അടിച്ചമർത്തലും വസൂരിയും പട്ടിണിയും ജാതി തിട്ടൂരങ്ങളും കൊണ്ടുമുറിഞ്ഞ മനുഷ്യരില്ല ഇന്നാട്ടിലിന്ന്. എതിർശബ്ദങ്ങളെ അതിലേറെ ഉറക്കെ എതിർത്ത് തോൽപ്പിക്കാൻ ഒരു നാടൊന്നാകെ പ്രാപ്തരായിരിക്കുന്നു. സൈമൺ ആശാന്റെ കയ്യിലെ കടലാസ് കഷ്ടത്തിലൂടെ പാർട്ടി അംഗത്വം നേടിയെടുത്തത് കേരളം കണ്ട മികച്ച നേതാവാകുമെന്ന് കരുതിയല്ല. അടിസ്ഥാന വർഗത്തിന്റെ വിയർപ്പിന് നീതി ലഭ്യമാക്കുക മാത്രമായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദന്റെ ലക്ഷ്യം. തലസ്ഥാനത്തേക്കുള്ള VSന്റെ ആദ്യ പ്രധാന യാത്ര EMSനൊപ്പമായിരുന്നു. വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ സ്ഥാനമേൽക്കൽ ചടങ്ങിന് VS എത്തി. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലായിരുന്നു ആ വരവ്. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള യാത്ര എളുപ്പമാക്കി. അധികം വൈകാതെ 1967 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭാ പ്രവേശം. 1980 CPM സംസ്ഥാന സെക്രട്ടറി ആയതോടെ VSന്റെ കർമ്മമണ്ഡലം പൂർണ്ണമായി തിരുവനന്തപുരമായി. പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നിങ്ങനെ കുപ്പായങ്ങൾ പിന്നീട് പല കുറി മാറി. ഒടുവിൽ ജനിച്ച മണ്ണിലേക്ക് ജനനായകൻ അവസാനമായി എത്തുകയാണ്. നിഴലോർമ്മയായ അമ്മയുറങ്ങുന്ന, ജീവിക്കാൻ ഊർജമേകിയ അച്ഛൻ വസിച്ച വസുമതിയെ ജീവിത സഖിയാക്കിയ ആലപ്പുഴയിലേക്ക്. ചെറിയൊരു ബാഗും തൂക്കി ബസ്സിൽ വന്നിറങ്ങുന്ന സഖാവ് VSനെ പഴയ തലമുറയ്ക്ക് ഓർമ്മ കാണും. അതുപോലൊരു ബസ്സിൽ അദ്ദേഹം വീണ്ടും വരികയായി. ചെറുകാലി വരമ്പത്താണ് VS ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. എന്നാൽ സഖാവ് ഇന്ന് പിന്നിടുന്ന വഴികളിലെല്ലാം ആൾക്കൂട്ടമാണ്. ഇനി വലിയ ചുടുകാട്ടിൽ അസ്തമയമില്ലാത്ത സൂര്യനായി VS ചരിത്രമാകും. ആശം സിദ്ധാർത്ഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.